അമേരിക്കയും ചൈനയുമായുള്ള വ്യാപാര ചർച്ചകളിൽ നിർണായക പുരോഗതി. അടുത്ത 90 ദിവസത്തേക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145 പകരം 30% മാത്രം തീരുവ US ചുമത്തും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ചുമത്തുക 125 പകരം 10%. തത്തുല്യ ചുങ്കത്തിന് ഫലത്തിൽ താൽക്കാലിക മരവിപ്പിക്കൽ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ, ചൈന US ചുങ്കം മരവിപ്പിക്കൽ എന്നിവയുടെ അകമ്പടിയിൽ സെൻസെക്സും നിഫ്റ്റിയും ഒറ്റയടിക്ക് കയറിയത് 3.5% വരെ. 2021 ഏപ്രിലിന് ശേഷമുള്ള ആദ്യത്തെ വലിയ ഒറ്റക്കയറ്റം. സ്വർണ്ണവില പവന് 1320 രൂപയുടെ താഴ്ച. ചൈന US ഡീൽ വന്നതോടെ സ്വർണ്ണവില ഇനിയും താഴ്ന്നേക്കും. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. മിന്നൽ വിരമിക്കലിനു പിന്നിൽ BCCIയുടെ കടുമട്ട് തീരുമാനമാണെന്ന് റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിനെതിരായ 5 ടെസ്റ്റുകളുടെ മത്സരത്തിൽ കളിക്കാൻ ഫിറ്റ്നസ് ഇല്ല എന്നായിരുന്നു ബോർഡ് നിലപാട്. ടീം മാനേജ്മെന്റിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടില്ലെന്ന് വന്നതോടെ വിരമിക്കൽ പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ ഹൊസൂർ പ്ലാന്റിൽ ആപ്പിൾ ഐഫോൺ നിർമ്മാണശേഷി ഇരട്ടിയാക്കുകയാണ് ടാറ്റ ഇലക്ട്രോണിക്സ്. 50,000-ൽ നിന്ന് 1,00,000-ലേക്ക്. ആപ്പിളിന്റെ വിതരണ ശൃംഖല വിപുലപ്പെടുത്താൻ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ സജീവ ശ്രമം. US കേന്ദ്രമായുള്ള എഡ്ജ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ Armada.ai തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ പ്രവർത്തനം വിപുലപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ഇവിടെ തുറന്ന് 8 മാസത്തിനകമാണ് വിപുലീകരണം. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി പങ്കാളിത്തമുള്ള കമ്പനിയാണ് അർമദ.